ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് മണ്ണുത്തി NH ഉണ്ട്, ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പരിസരം. അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ടാണ് കേട്ടോ. ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ തന്നെയാണിത്. 5200 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഈ വീട്ടിലിനി പുറത്തെ കുറച്ച് വർക്കുകൾ, അതായത് ആ മതിൽ, അതുപോലെ ചുറ്റുഭാഗത്തുള്ള ടൈൽസ് വിരിക്കുക, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുക, അങ്ങനെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇവിടെ ബാലൻസ് ഉള്ളത്. ഉള്ളിലത്തെ വർക്കുകൾ ഓൾറെഡി സെറ്റാണ്, എല്ലാ വർക്കും ഫിനിഷ്ഡ് ആണ്. നല്ലൊരു ബോക്സ് ടൈപ്പ് വീടാണ്. നമുക്ക് കാണാം ടച്ച് വർക്കുകളും ടൈൽസ് വർക്കുകളും LED ബൾബുകളും നല്ല മനോഹരമായ പെയിൻറ്റിങ്ങും. എന്തുകൊണ്ടും നല്ലൊരു വെറൈറ്റി വീട് തന്നെയാണ് ഇവിടെ പുതിയതായിട്ട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് വീതി കൂടിയ, അതായത് ഒരു 5 മീറ്ററോളം വീതി കൂടിയ ഒരു ടാറിങ്ങിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പുതിയ വീടുകളെല്ലാം ഇവിടെ പണിത് ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി കുറച്ച് വീടുകൾ ഇവിടെ നിർമ്മിക്കാനുണ്ട്. ഒരു 9ഓളം വീടുകളാണ് ഈ വില്ലയിൽ വരിക. വീടിൻ്റെ മുൻവശത്തായിട്ട് ഈ ഭാഗത്ത് കാണുന്ന ഭാഗത്ത് നമുക്ക് വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വെക്കുന്നത്. വീതി കൂടിയ സ്ലൈഡിംഗ് ഗേറ്റ് സൈഡിലേക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തള്ളാവുന്നതാണ്. അതുപോലെ ഈ കാണുന്ന ഭാഗത്തെല്ലാം വീതി കൂടിയ പോർച്ച് ടൈല്, കല്ലിൻ്റെ നമുക്ക് കാണാം, കല്ലിൻ്റെ കരിങ്കല്ല് പോലുള്ള മോഡൽ 2x2 ടൈപ്പ്, അതും ആർട്ടിഫിഷ്യൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാണ്. ഈ ഫുള്ളായിട്ട് 3-4 കാറൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ മുൻവശത്തായിട്ട് തന്നെയുണ്ട്. അതുപോലെ വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് മുക്കിയെടുക്കാം, കാണാം. അത്രയും മുകൾ വശത്തായിട്ട് തന്നെ വെള്ളം ധാരാളം. എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം പറ്റില്ല. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ്. നല്ലൊരു വെറൈറ്റി എലിവേഷനാണ് ഈ വീടിന് ഇവിടെ 3D എലിവേഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായൊരു വീട് തന്നെയാണ്. അതുപോലെ വീടിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് കാണാം ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തേക്ക് വുഡിലാണ് ഇവിടെ കട്ട്ള, ജനല, ഡോറുകൾ എല്ലാം തന്നെ തേക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ പാളി ഡോറോട് കൂടി നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ കിടക്കുന്നത്. ഉള്ളിലോട്ട് കടന്ന വശം തന്നെ റൈറ്റിലേക്കാണ് നമുക്കൊരു ലിവിങ് ഹാള്, വലിയൊരു ലിവിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നത്. അതും വീതി കൂടിയ ഒരു ലിവിങ് ഹാൾ തന്നെയാണ്. 2x2 അപ്പോക്സിൽ കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം നല്ലൊരു വെറൈറ്റി മൾട്ടിവുഡുള്ള ഒരു TV യൂണിറ്റ്. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹോൾ സീലിംഗ് വർക്ക് ലിവിങ് ഹാളിൽ ഒരു വെറൈറ്റി മോഡലിലാണ്. അത് ഒരു വുഡ് ഡിസൈനിൽ കണ്ട ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ധാരാളം LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ ഒരു ഗ്രേ കളറിലൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലുള്ള നല്ലൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഹാളിന് ഒരു ആർച്ചോട് കൂടിയിട്ട്, അതും LED ബൾബൊക്കെ കൂടിയിട്ട് ആ ഒരു യൂണിഫോമിൽ തന്നെയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു മാർബിൾ ഡിസൈനുള്ള ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാൻ നമുക്ക് 2x2 അതും വീതി കൂടിയ ടൈൽ തന്നെയാണ്. ഡൈനിങ് ഹാളാണ്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്കും LED ബൾബും നല്ല കളർ പെയിൻറ്റിങ്ങും നല്ല ഒരു സെറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് വാഷേരിയാണ്. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇനി ഗ്ലാസ് വിടും, നല്ല KG കൂടിയ ടഫൻ ചെയ്ത ഗ്ലാസ്. എന്നിട്ടാണ് നമ്മളിവിടെ വാഷേരി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലിനി ആർട്ടിഫിഷ്യൽ മറ്റേ ഗ്രാസും വരും, അതുപോലെ സ്റ്റോണുകൾ വരും, LED ബൾബുകൾ വരും. നല്ലൊരു എന്താ പറയുക, എല്ലാ വർക്കും ഫിനിഷ്ഡാണ്. അതുകൂടി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു സെറ്റ് ആവുക. കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇവിടെ ബാലൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ആദ്യത്തെ ബെഡ്റൂമാണിത്. ഒരു 12x12 ഇവിടെ ബെഡ്റൂമിൻ്റെ അളവായി കൊടുത്തിരിക്കുന്നത്. ചുമരിലെല്ലാം നല്ലൊരു കളറ്, നമുക്ക് കണ്ണിനൊക്കെ സുഖം തോന്നുന്ന ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹോൾ സീലിംഗ് വർക്ക് ഒരു സെപ്പറേറ്റ് വെറൈറ്റി ഡിസൈനിലാണ് എല്ലാ വീടിനേക്കാളും അപേക്ഷിച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലെല്ലാം നമുക്ക് ടച്ച് വർക്കുകളും കാണാം. അതുപോലെ തന്നെ UV ഷീറ്റിലാണ് ഇവിടെ അലമാരി വർക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. കാണാം ഒരു ഡ്രസ് യൂണിറ്റോട് കൂടിയിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും ടൈൽസ് എല്ലാം വ്യത്യസ്തമായ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2 തരം ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടി ടൈൽ തന്നെയാണ്, അതും അപ്പോക്സിയോട് കൂടി. ഒരു വാഷേരിയും കൊടുത്തിട്ടുണ്ട്.
ഡൈനിങ് ഹാളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും. എല്ലാം ഒരു മാച്ചിങ്ങാണ് ടൈൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോൾ സീലിംഗ് വർക്ക് ഇവിടെയും നല്ല രീതിയിൽ തന്നെയാണ്. എല്ലാം സെപ്പറേറ്റ് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരുപോലെ അല്ല, ഒരു വ്യത്യസ്തപരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ടൈലുകളെല്ലാം വെറൈറ്റി ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ മോഡൽ ടൈലുകളല്ല. ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. $5,200 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ ഈ കിച്ചൻ്റെ സിറ്റുവേഷൻ. അതായത് വെറൈറ്റി ഒരു കിച്ചൺ തന്നെ പറയാം, ഒരു ഓപ്പൺ കിച്ചനായിട്ട്. അതേ മാച്ച് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്, ഒരേ യൂണിഫോമായി. ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് നല്ല KG കൂടിയ കാണാൻ നമുക്ക് ഇവിടെ ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിലായി കൊടുത്തിരിക്കുന്നു. അതുപോലെ മുകൾ വശത്തൊക്കെ ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിൽ ഏറ്റവും ടോപ്പിലും ധാരാളം കബോർഡ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. വർക്ക് ഏരിയയിൽ ഒരു വ്യത്യസ്തമായ ടൈലാണ് കൊടുത്തിരിക്കുന്നത്, ചെറിയൊരു ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈല്. ഇവിടെയും സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ധാരാളം കബോർഡ് വർക്കും ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റ് വീതി കൂടിയ ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ മുകൾ വശത്തും കബോർഡ് വർക്കൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിൻറ്റും അതുപോലെ സോളാറിനുള്ള പൈപ്പൊക്കെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് കണക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും ഇവിടെ കൊടുത്തിരിക്കുന്നു. വർക്ക് ഏരിയയിൽ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഇവിടെ എല്ലാം നമുക്ക് ടൈല് വിരിക്കാം. അതല്ല ബേബി മെറ്റലാണ് വിരിക്കുന്നതെങ്കിൽ ബേബി മെറ്റലെല്ലാം വിരിച്ച് നമുക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. $5,200 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ട് ഒരു 100 മീറ്റർ അത്ര അടുത്താണ് ബസ് റൂട്ട്. NH ആ ഡോൺ ബോസ്കോ നമുക്ക് അറിയാം, പാലക്കാട് റൂട്ട് NH. ആ NH നമുക്ക് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. മുകൾ വശത്തെ വീതി കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ മുകൾ വശത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ല രീതിയിൽ തന്നെയുള്ള ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ഡിസൈനിലുള്ള വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മുകൾ വശത്ത് ഒരു TV യൂണിറ്റ് സെപ്പറേറ്റ് ഹാളിൽ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗത്ത് പറഗോളയെല്ലാം വെച്ചിട്ട് ബൾബുകളെല്ലാം സെറ്റ് ചെയ്ത് LED ബൾബുകളെല്ലാം ചെയ്ത് നല്ല മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂം. ഒരു 12 ബെഡ്റൂമിൻ്റെ അളവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ചുമരുമേ വ്യത്യസ്തപരമായ കളറുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കളറുകളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹോൾ സീലിംഗ് വർക്ക് എല്ലാം വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗി, നേരിട്ട് കാണാൻ ഇതിനേക്കാളും നല്ല രസമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനു വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. കാണാം, നല്ല വെറൈറ്റി ഡിസൈനിലാണ് ഇതിൻ്റെ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ബെഡ്റൂമിൽ. അതുപോലെ വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിലാണ് ഇവിടെ അലമാരി വർക്ക് കൊടുത്തത്. ഒരു ഗ്ലാസ് ഡോറോട് കൂടിയിട്ട് ഡ്രസ് യൂണിറ്റും കാണാം നമുക്കിവിടെ. അതുപോലെ ഒരു സൈഡിലായിട്ട് കോമൺ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമിലും വ്യത്യസ്തമായ കളർ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ്, അതും അപ്പോക്സിയോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നാലാമത്തെ ബെഡ്റൂമാണിത്. 2,100 സ്ക്വയർ ഫീറ്റാണ് വീട് മൊത്തം. നല്ല വീതി കൂടിയ ബെഡ്റൂം തന്നെയാണ് ഇത്.
എല്ലാ ബെഡ്റൂമിലും വ്യത്യസ്തമായ ഹോൾ സീലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതും LED ബൾബോടുകൂടി കളർ ബൾബ് അതുപോലെ കളർ പെയിൻറ്റിങ്ങും വ്യത്യസ്തമായുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ചുമരിൻ്റെ ഒരു സൈഡിലാണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ LED ബൾബോടുകൂടി ധാരാളം കൊടുത്തിട്ടുണ്ട്. വീതി കൂടി നല്ല ഫുൾ സൈസ് അലമാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാണാം വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ ഫുൾ ലെങ്ത്ത്. ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മിററോട് കൂടി തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കൊക്കെ ധാരാളം ചെയ്ത രീതിയിലാണ് LED ബൾബൊക്കെ വെച്ചിട്ട്. ഒരു സൈഡിലായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാം നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 10ഓളം കൊല്ലം ഗ്യാരണ്ടിയുള്ള ഫിറ്റിങ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകൾ വശത്തൊക്കെ അപ്പോക്സിയോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമുകൾ. പിന്നീട് ഒരു ലീക്കോ ചോർച്ചോ ഒന്നും വരാത്ത രീതിയിൽ അത്രയും ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് ഈ വീട് നമ്മൾ കൈമാറുക. മുകളിലത്തെ ഹാളിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ ബാൽക്കണി. മുകൾ വശത്തെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് കേട്ടോ, പറയാതെ ഇരിക്കാൻ പറ്റില്ല. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി. 6-7 പേർക്കൊക്കെ ഈസി ആയിട്ട് ഒരു ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലം സ്പേസ് ഇവിടെ മുകൾ വശത്ത് തന്നെ ഉണ്ട്. നമുക്ക് കാണാം, കണ്ട അത്രയും സ്പേസാണ്. ഗ്ലാസ് ഡോറാണ്, ഫുൾ ലെങ്ത്ത് ക്ലഫൻ ചെയ്ത ഗ്ലാസ്സാണ് അവിടെ അറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള വീടുകളുടെ വ്യൂസാണ്. എല്ലാ വീടുകളിലും ആൾക്കാർ ഓൾറെഡി താമസിക്കുന്ന ഒക്കെ നല്ല ജോലിക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി ബാക്കി ഭാഗങ്ങളിലൊക്കെ വീട് ഓൾറെഡി വരുന്നതാണ്. മുൻവശത്തെ കാണുന്ന ടൈൽസ് വർക്ക്, അത് LED ബൾബുകൾ, കളർ പെയിൻറ്റിങ്, ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂസാണിത്. 5,200 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. ബാക്ക് സൈഡിൽ ഓപ്പണേഴ്സാണിത്. വാഷിംഗ് മെഷീനിലെ പോയിൻ്റൊക്കെ ഇവിടെയും മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.